2025 കേരളത്തിലെ ആശുപത്രികളിൽ നടന്ന 40% ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമുകളും ഒന്നുകിൽ നിരസിക്കപ്പെട്ടു അല്ലെങ്കിൽ പകുതി തുക മാത്രമാണ് ലഭിച്ചത്. നിങ്ങൾ കൃത്യമായി പ്രീമിയം അടയ്ക്കുന്നുണ്ട്. എന്നിട്ടും അത്യാഹിത ഘട്ടങ്ങളിൽ നിങ്ങളുടെ ക്ലെയിം വരുമ്പോൾ മാത്രം കമ്പനികൾ കൈമലർത്തുന്നു. ഇത് നിങ്ങൾക്ക് മാത്രം അറിയാതെ സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് തന്ത്രമാണ്. ഈ വീഡിയോ പൂർണ്ണമായി കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത മെഡിക്കൽ എമർജൻസിക്ക് ലക്ഷക്കണക്കിന് രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് ലോൺ എടുത്ത് നൽകേണ്ടി വരും. കാരണം ഈ വീഡിയോയിൽ നിങ്ങൾ കേരളത്തിലെ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലെ കറുത്ത വശങ്ങൾ മനസ്സിലാക്കും. ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കണ്ടെത്തും. ഒപ്പം നിങ്ങളുടെ പണം എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കാമെന്ന അറിവും നേടും. പലരും കരുതുന്നത് ഉയർന്ന പ്രീമിയം കൊടുത്താൽ മികച്ച കവറേജ് കിട്ടും എന്നാണ്. എന്നാൽ അത് തെറ്റാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രീമിയം തുക ഓരോ വർഷവും 15% മുതൽ 20% വരെ കൂടുന്നത്? പ്രീമിയം വർധനവ് എന്നത് ആരോഗ്യ സേവനങ്ങളുടെ വിലക്കയറ്റം മാത്രമല്ല, കമ്പനികളുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണ്. കൊച്ചിയിലെ ഒരു പ്രമുഖ IT പ്രൊഫഷണൽ കഴിഞ്ഞ 5 വർഷമായി 35,000 രൂപ പ്രീമിയം അടയ്ക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് അസുഖം വന്നപ്പോൾ റൂം റെന്റ് ക്യാപ്പിംഗ് എന്ന പേരിൽ ക്ലെയിമിലെ 1.5 ലക്ഷം രൂപയാണ് കമ്പനി വെട്ടിക്കുറച്ചത്. കാരണം അദ്ദേഹം എടുത്ത പോളിസിയിൽ ഒരു ദിവസത്തെ റൂം വാടകയ്ക്ക് പരിധിയുണ്ടായിരുന്നു. നിങ്ങൾക്കിതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾ പോളിസി എടുക്കുമ്പോൾ കവറേജ് തുകയല്ല, മറിച്ച് അതിൻ്റെ സബ് ലിമിറ്റുകളാണ് ആദ്യം നോക്കേണ്ടത്. അതായത് ഇൻഷുറൻസ് കമ്പനികൾ എപ്പോഴും നിങ്ങളെ ആകർഷിക്കുന്നത് വലിയ സംഖ്യകൾ കാണിച്ചാണ്. എന്നാൽ ചെറിയ നിബന്ധനകളിലാണ് അവരുടെ ലാഭം ഒളിഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന്, തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നടന്ന ഒരു സംഭവത്തിൽ സർജറിക്ക് അഡ്മിറ്റായ രോഗിയുടെ ക്ലെയിം TPA ഓഫീസർ തടഞ്ഞതുമൂലം ഡിസ്ചാർജ് 6 മണിക്കൂർ വൈകി. ഈ സമയം കൊണ്ട് ആശുപത്രി അധികൃതർ അധിക ബെഡ് ചാർജ് ഈടാക്കി. ഇത്തരം കാലതാമസങ്ങൾ സാധാരണക്കാരന്റെ സാമ്പത്തിക ഭാരം ഇരട്ടിയാക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്തിനാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന പേരിൽ കമ്പനികൾ നിങ്ങളുടെ ക്ലെയിമുകൾ തള്ളിക്കളയുന്നതെന്ന് നോക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികൾ ഡേറ്റ അനലിറ്റിക്സ് ഉപയോഗിച്ച് ഉപഭോക്താക്കളുടെ ചെറിയ രോഗവിവരങ്ങൾ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്നുണ്ട്. 2024 ഒരു പഠനം കാണിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ തേടിയ 35% ആളുകളുടെയും ക്ലെയിമുകൾ അവർക്ക് മുൻപുണ്ടായിരുന്ന ചെറിയ രക്തസമ്മർദ്ദത്തിന്റെ പേരിൽ നിരസിക്കപ്പെട്ടു എന്നാണ്. ഇതിനർത്ഥം നിങ്ങൾ പോളിസി എടുക്കുമ്പോൾ നൽകുന്ന ഓരോ ചെറിയ വിവരവും വളരെ കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ ക്ലെയിം സമയത്ത് അത് കമ്പനി നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും. 73% ആളുകളും പോളിസി ഫോം വായിച്ചു നോക്കാതെയാണ് ഒപ്പിടുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. ഇൻഷുറൻസ് മേഖലയിലെ മറ്റൊരു പദമാണ് അടുത്ത നമ്മുടെ വിഷയം, ക്യാഷ്ലെസ് ചികിത്സ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതുന്നത് മുഴുവൻ പണവും കമ്പനി നൽകും എന്നാണ്, അല്ലേ? എന്നാൽ ക്യാഷ്ലെസ് ചികിത്സ എന്നത് ആശുപത്രിയിലെ ചില പ്രത്യേക നിരക്കുകൾക്ക് മാത്രമുള്ളതാണ്. അല്ലാത്തവയ്ക്ക് രോഗി സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ പണം നൽകണം. കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നടന്ന സംഭവത്തിൽ ക്യാഷ്ലെസ് കാർഡ് ഉപയോഗിച്ചിട്ടും 80,000 രൂപയോളം വരുന്ന മരുന്നുകളുടെയും കൺസൾട്ടേഷൻ ഫീസിന്റെയും തുക രോഗിക്ക് സ്വന്തമായി നൽകേണ്ടി വന്നു. പോളിസിയിലെ നിബന്ധനകളിൽ ഈ തുക നോൺ മെഡിക്കൽ എക്സ്പെൻസസ് ആയി ഉൾപ്പെടുത്തിയിരുന്നു എന്നതാണ് കാരണം. അതിനാൽ പോളിസി എടുക്കുമ്പോൾ കവറേജിനൊപ്പം നോൺ മെഡിക്കൽ എക്സ്പെൻസ് ലിസ്റ്റ് കൂടി ഉറപ്പായും നിങ്ങൾ പരിശോധിക്കുക. ഇനിയുള്ളത് ഹോസ്പിറ്റലുകളുടെ കള്ളത്തരമാണ്. 1 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ്, എന്നാൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ബില്ല് 5 ലക്ഷം രൂപ. ഇതൊരിക്കലും ഒരു അബദ്ധമൊന്നുമല്ല, മറിച്ച് കേരളത്തിലെ കോർപ്പറേറ്റ് ആശുപത്രികൾ പരീക്ഷിക്കുന്ന ഏറ്റവും പുതിയ ബില്ലിംഗ് തന്ത്രമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷുറൻസ് ക്ലെയിം തള്ളിക്കളയുന്നതിന് പിന്നിലെ മറ്റൊരു കാരണം ആശുപത്രികൾ നൽകുന്ന ബില്ലുകളുടെ കൃത്രിമത്വമാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് സ്വകാര്യ ആശുപത്രികൾ തങ്ങളുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിനായി ബില്ലിംഗ് കോഡുകളിൽ കൃത്രിമം കാണിക്കുന്നു എന്നാണ്. പലരും കരുതുന്നത് ആശുപത്രികൾ നൽകുന്ന ബില്ലുകൾ പൂർണ്ണമായും പരിശോധിക്കേണ്ട ആവശ്യമില്ല, ഇൻഷുറൻസ് കമ്പനി അത് നോക്കിക്കോളും എന്നാണ്. എന്നാൽ അവിടെയാണ് നിങ്ങൾക്ക് വലിയ അമളി പറ്റുന്നത്. കൊച്ചിയിലെ ഒരു പ്രമുഖ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നടന്നൊരു സംഭവം നമുക്ക് പരിശോധിക്കാം. ഒരു ചെറിയ സർജറിയുടെ പാക്കേജ് 50,000 രൂപയാണെന്നാണ് ആശുപത്രി അധികൃതർ അവരെ അറിയിക്കുന്നത്. എന്നാൽ ഡിസ്ചാർജ് ബില്ലിൽ സർജിക്കൽ ട്രേ, ഗ്ലൗസ്, കോട്ടൺ, ഹാൻഡ് വാഷ് എന്നിവയ്ക്ക് പ്രത്യേകം 20,000 രൂപ ഈടാക്കുന്നു. ഇതൊരു അൺബണ്ടിൽഡ് ബില്ലിംഗ് തന്ത്രമാണ്. ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒരു സർജറിക്ക് ആവശ്യമുള്ള അടിസ്ഥാന സാമഗ്രികൾ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചേ തീരൂ. മിക്ക ആശുപത്രികളും നിങ്ങൾ രോഗത്തിൻ്റെ മാനസിക സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴോ തിരക്കിലായിരിക്കുമ്പോഴോ ആണ് ഇത്തരം അധിക ചാർജുകൾ ബില്ലിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെയുള്ളത് ഫാൻറ്റം സർവീസുകൾ അല്ലെങ്കിൽ അപ്കോഡിംഗ് ആണ്. ഫാൻറ്റം സർവീസുകൾ എന്നാൽ ആശുപത്രിയിൽ നിങ്ങൾ ചെയ്യാത്ത ടെസ്റ്റുകൾ അല്ലെങ്കിൽ നഴ്സിംഗ് കെയറുകൾ ബില്ലിൽ ഉൾപ്പെടുത്തുന്ന പ്രക്രിയയാണ്. അപ്കോഡിംഗ് എന്നത് ഒരു സാധാരണ പരിശോധനയ്ക്ക് ഉയർന്ന ചാർജ് ഈടാക്കുന്ന പ്രക്രിയയും. ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം സ്വാഭാവികമായും തോന്നാം, ഇത്രയൊക്കെ ഞാൻ ചെയ്യണമെങ്കിൽ ഇൻഷുറൻസ് എടുത്തതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? വലിയ കവറേജ് അല്ല, കൃത്യമായ നിബന്ധനകളാണ് ആരോഗ്യ ഇൻഷുറൻസിലെ വിജയം.
അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ഇൻഷുറൻസ് പ്ലാൻ ചെയ്യുമ്പോൾ നോൺ മെഡിക്കൽ കവറേജ് കൂടി ഉൾപ്പെടുത്തുക. 3 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള അസുഖങ്ങൾ പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുക. TPAകളുടെ സേവനം വേഗത്തിലാക്കാൻ ഹോസ്പിറ്റലിലെ ഇൻഷുറൻസ് ഡെസ്കുമായി നേരിട്ട് ബന്ധപ്പെടുക. ഇൻഷുറൻസ് കമ്പനിയുമായി ബില്ല് തർക്കമുണ്ടായാൽ IRDAI ഗ്രീവൻസ് പോർട്ടലിൽ പരാതി നൽകുക. ആരോഗ്യ ഇൻഷുറൻസ് എന്നത് ഒരു സുരക്ഷാ വലയമാണ്. എന്നാൽ അതിലെ ചെറിയ അക്ഷരങ്ങൾ വായിക്കാതിരുന്നാൽ അത് വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറും. ഇത്രയും കേട്ട സ്ഥിതിക്ക് ഒരു കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നിങ്ങളുടെ ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിം എപ്പോഴെങ്കിലും കമ്പനി നിരസിച്ചിട്ടുണ്ടോ? ഈ പറഞ്ഞ ഏത് കാര്യത്തിലാണ് നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വ്യക്തത വേണ്ടത്? അപ്പം ഇത്തരം ബിസിനസ് അറിവുകൾ ഇനിയും വേണമെങ്കിൽ ദ പ്രോഫിറ്റ് ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓരോ ആഴ്ചയും ഇതുപോലൊരു ഡീപ്പ് അനാലിസിസ് നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും. ഒരു സാമ്പത്തിക തീരുമാനം എടുക്കുന്നതിന് മുൻപ് ഈ വിശകലനം കേൾക്കുന്നത് ഉറപ്പായും നിങ്ങളെ സഹായിക്കും.